കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 6 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തോമസിനോട് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുവാൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവനും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇത് സാർവത്രിക തിരുസഭ നമ്മൾക്ക് നൽകിയിരിക്കുന്ന തിരുനാൾ ഫിലിപ്പോസിൻ്റെയും യാക്കോബിൻ്റെയുമാണ്. ഫിലിപ്പോസിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അധികമൊന്നും പരാമർശങ്ങൾ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അധികമൊന്നും പറയുന്നതായിട്ട് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഫിലിപ്പോസിനെ പറ്റിയും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ യാക്കോബിനെ പറ്റിയും ലേഖനങ്ങളിൽ യാക്കോബിനെ പറ്റിയും മാത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാനും ധ്യാനിക്കുവാനായിട്ടും സാധിക്കുന്നത്. എങ്കിൽ പോലും നമുക്കറിയാം, ഈ 2 അപ്പസ്തോലന്മാർ തൻ്റെ ജീവിതത്തിലൂടെ ഏറ്റവും വലിയ മഹത്തായ കാര്യമാണ് ചെയ്തിരുന്നത്. അവരുടെ ജീവിതത്തിലൂടെ, ചെറുതാണെന്ന് തോന്നിപ്പിക്കുന്ന അവരുടെ ജീവിതത്തിലൂടെ യേശു ആകുന്ന ജീവനും വഴിയും സത്യത്തെയും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന ആ വലിയ പ്രവൃത്തിയാണ് അവർ ചെയ്തത്. ഒത്തിരിയേറെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും, ഒത്തിരിയേറെ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും വിശ്വസ്തതയും സത്യസന്ധതയും പാലിച്ചുകൊണ്ട് ഫിലിപ്പോസ് യേശുവിനെ തൻ്റെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പല പ്രാവശ്യമായിട്ടും നഥാനിയലിനെ യേശുവിനോട്ട് അടുപ്പിക്കുവാനായിട്ട് ഫിലിപ്പോസ് കടന്നു വരുമ്പോൾ നഥാനിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, എന്ത് നന്മയാണ് ജെറുസലേമിൽ നിന്ന് ഉണ്ടാകുവാൻ സാധിക്കുന്നത് എന്ന് നിരുത്സാഹപ്പെടുത്തുന്ന വാക്ക് പറയുമ്പോഴും ഫിലിപ്പോസ് അതൊന്നും കണക്കിലെടുക്കാതെ കർത്താവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശുവിലോട്ട് നയിക്കുന്ന ഫിലിപ്പോസിനെയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. ഫിലിപ്പോസിനെ യേശുവിലോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ടും ഈശോയെ, ഗ്രീക്കുകാരെ ഈശോയിലോട്ട് നയിക്കുന്നു. 5 അപ്പം 5000 പേർക്ക് വർദ്ധിച്ചു കൊടുക്കുന്ന ആ സമയത്ത് ഗ്രീക്കുകാർ ഈശോയെ കാണണമെന്ന് പറഞ്ഞ് ഫിലിപ്പോസിനെ സമീപിച്ചപ്പോൾ ഈശോയിലോട്ട് നയിക്കുന്ന ഫിലിപ്പോസിനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഓരോ അവസരങ്ങളും ഫിലിപ്പോസ് മുതലെടുത്തുകൊണ്ട്, പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈശോയെ പ്രഘോഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ വലിയ താല്പര്യവും ഉത്സാഹവും ഫിലിപ്പോസിന് ലഭിച്ചത് കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ഓരോ ദിവസവും ഓരോ സമയവും കർത്താവുമായി ഈശോയായിട്ട് ജീവിച്ചിരുന്ന ഓരോ നിമിഷങ്ങളും ആ വിശ്വാസത്തിൽ വളരുന്ന നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ
ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിൻ്റെ തുടക്കം 14-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ അസ്വസ്ഥരാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുമെന്ന് യേശു പറയുന്നുണ്ട്. നിങ്ങൾ അസ്വസ്ഥരാകണ്ട. ഈ ഒരു കാര്യമാണ് കർത്താവ് നമ്മൾ ഓരോരുത്തരോടും ഇന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്നതാണ്, നിങ്ങളാരും അസ്വസ്ഥരാകണ്ട. ഈ അസ്വസ്ഥതയുള്ള ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും അങ്ങനെ ഒട്ടേറെ അധികം മേഖലകളിലുമെല്ലാം നമ്മൾ വിവിധ രീതിയിലുള്ള അസ്വസ്ഥതകളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ അസ്വസ്ഥതകളിലെല്ലാം കർത്താവ് എന്നെ സൗഖ്യപ്പെടുകയും എന്നെ സുഖപ്പെടുത്തുന്ന സാന്ത്വനം നൽകുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യം നമ്മളെ എപ്പോഴും താങ്ങി നിർത്തുന്ന ഒരു ബോധ്യം തന്നെയാണ്. ആ സമയങ്ങളിലെല്ലാം ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നതെന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഈശോ ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ട്. യേശു തോമസിനോട് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന വലിയ പ്രഖ്യാപനമാണ് ഉത്ഥിതനായ ഈശോ തൻ്റെ സ്ലീഹന്മാരോട് നടത്തുന്നു. അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ധൈര്യമെന്ന് പറയുന്നത് അതാണ്. ഞാനാണ് വഴിയും, ഞാനാണ് സത്യവും, ഞാനാണ് ജീവനും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ നിരാശയുടെ സമയങ്ങളിലും അസ്വസ്ഥതകളിലുമെല്ലാം നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളിലല്ല. നമ്മളെപ്പോഴും താങ്ങി നിർത്തുന്ന, എപ്പോഴും നമ്മൾ വിശ്വസിക്കുവാൻ ധൈര്യത്തോടെ ഇറങ്ങിച്ചെല്ലേണ്ട ഒരു കർത്താവിൻ്റെ അടുക്കിലേക്കാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ അയക്കത്തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈശോയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകുന്നത്. ഈശോ പറയുന്നുണ്ട്, എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ ഈശോയിലൂടെ ഈശോയെ അനുഭവപ്പെടുമ്പോൾ, ഈശോയെ നമ്മൾ അനുഭവപ്പെടുമ്പോൾ, ഈശോയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ഈശോയെ അറിയുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആ സ്നേഹനിധിയായ പിതാവിനെയാണ് അറിയുന്നതും കാണുന്നതും കേൾക്കുന്നതും അനുഭവപ്പെടുന്നതുമൊക്കെ. അതുകൊണ്ട് നമ്മൾ ഇന്നും പിതാവ് നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രമാണമാണ് കൂദാശകൾ. വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകിക്കൊണ്ട് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ്, ഞാൻ ഇന്നും നിന്നിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. വിശുദ്ധ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനായ തോമസ് അക്വിനസ് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ആത്മീയ ഭോജനത്തിനായിട്ട് ദൈവം നൽകിയ ഏറ്റവും വലിയ കൃപയാണ് വിശുദ്ധ കുർബാന എന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾക്ക് ഈശോയിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ വളർന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം ഒരു ആശ്രയമായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ തൻ്റെ സ്നേഹന്മാരോട് പറഞ്ഞ പോലെ നമുക്ക് നമ്മളോട് തന്നെ പറയാം, കർത്താവ് എൻ്റെ വഴിയും സത്യവും ജീവനുമാണ്. ഇതല്ലാതെ വേറൊരു വഴിയും വേറൊരു സത്യവും വേറൊരു ജീവനും എനിക്കില്ല. നമുക്ക് ഈ അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈ അപ്പസ്തോലന്മാരുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഈശോ എന്ന വഴിയെ നടക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം.